അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുമാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു.
ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിനെ കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. രാമപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പരിഗണിക്കുന്നത് ഉടമ്പടി മൂലം നമ്മൾ കൈവരിച്ച വിശ്വസ്തത, ആത്മബന്ധം, ഇതൊക്കെയാണ് ഉടമ്പടി നമ്മളെ ദൈവം ഓർക്കാൻ ഇടയാക്കണത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയമമല്ലേ. കീർത്തനം 74:20 അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. പഴയത് ദൈവം ഇങ്ങോട്ട് വന്ന് എടുത്ത ഉടമ്പടിയായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടത്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉടമ്പടി അനുസ്മരിക്കണമേ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ അത് അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി നമുക്ക് നൽകുന്ന ആത്മീയമായ ഒരു ജീവിതമുണ്ട്, ഒരു ദൈവത്തോടൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് പ്രൂവൻ ഫാക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇത് കാണുമ്പോൾ ദൈവത്തിന് തോന്നണം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെന്ന് തോന്നണം. എൻ്റെ മകളെ ഏറ്റവും വലുത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും ദൈവം ഒരാൾ പരിശോധിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരാളെ വിശ്വസ്തനായിട്ട് കണ്ടെത്തിയാൽ പിന്നെ അവൻ്റെ വിശ്വസ്തയും വിശുദ്ധിയും ഒക്കെ ദൈവം തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അവർ ഈ മനുഷ്യൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചാബല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയോ ഉണ്ടെങ്കിൽ ദൈവം അതിൽ വീഴിക്കാതെ രീതിയിൽ കൊണ്ടുപോകും. അപ്പം അതാണ് എൻ്റെ പരിശുദ്ധനെന്ന് പറയണത്. എൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ബൈബിളിലെ ഏറ്റവും രസകരമായ വാക്കാണ്. സങ്കീർത്തനങ്ങൾ 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ നീ തകർന്നു പോകാനോ തരിപ്പണമാകാനോ ദൈവം അനുവദിക്കത്തില്ല. ആരാണ് നീ? ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അത് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവൻ. ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നവൻ. നീ അവരെനിക്ക് കെണികൾ വെച്ചു, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി, ഇനി അറിയുന്നവരാരുമില്ലെന്ന് പറഞ്ഞില്ലേ? കെണികൾ വെക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് വിക്കേരിയസ് സഫറിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള രോഗരക്ഷാർത്ഥമായിട്ടുള്ള അവിടുത്തെ പീഡകളിലൂടെ അവരുടെ മുറിവുകളിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകുന്ന ഒരു സുവിശേഷ റിഡംപ്റ്റീവ് പാക്കേജാണ്. അതല്ല ഞാൻ പറയണത്. മറിച്ച് നമ്മൾ തന്നെ കർത്താവിൻ്റെ വിശ്വസ്തനായി നിന്നാൽ വിശ്വസ്തന് വീഴ്ചയില്ല. വീഴ്ച വന്നാൽ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിബി. ഇതെൻ്റെ ഹസ്ബൻഡ് ജിത്തു. ഇതെൻ്റെ മോള് ഹന്ന മേരി ജിത്തു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് 2017 കല്യാണം കഴിഞ്ഞൊരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ അന്ന് കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ 2025 മാർച്ച് 24 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2019 ഡെലിവറിക്ക് ശേഷം ഒരു PV ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നട്ടെല്ലിന് ഗ്യാപ്പ് വന്നു. L4 L5 എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ നമ്മുടെ കാലുമത്തെ ഞരമ്പ് പെടുകയും അത് ടൈറ്റായി എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 3 മാസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞെങ്കിലും വേദനയ്ക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇത്രയധികം L4 L5 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ക്രയോപ്രാറ്റിക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടും എൻ്റെ വേദനയ്ക്കൊന്നും മാറ്റമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ 2024 എനിക്കൊരു ജോലി കിട്ടി. ഞാനൊരു ഹോസ്പിറ്റലിൽ കയറി. ആ ജോലി അധികം നാൾ മുന്നോട്ട് പോവില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി വേദനകളായിട്ട് ഉറക്കമില്ലാണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രിയിലൊക്കെ വാരിയിൽ കുത്തിയിറങ്ങണ വേദനയാണ് എനിക്ക്. 2 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം കഴിഞ്ഞു. പിന്നെ എനിക്ക് എണീറ്റിരിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു എന്നോട് കുനിയാനോ വെയിറ്റ് എടുക്കാനോ അതേപോലെ തന്നെ സ്റ്റെയർ കേസ് കയറാനോ ഒന്നും പാടില്ല. പക്ഷെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ സ്റ്റെയർ കേസ് എല്ലാം കയറേണ്ടതായിട്ട് വന്നു. 2 മാസം ആയപ്പോഴേക്കും എൻ്റെ വേദന നന്നായി കൂടി തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമായിട്ട് ഞാനതങ്ങനെ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ നിന്ന് പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ അരക്കെട്ടെല്ലാം ചെരിഞ്ഞു തുടങ്ങി, കാലൊക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു. പിന്നീട് ഞാൻ കിടപ്പിലായി. അങ്ങനെ എനിക്ക് എന്താ പറയുക, കിടന്നിട്ട് തന്നെ കാലിൻ്റെ ഒരു വിരൽ അനക്കിയാൽ തന്നെ നിറയിൽ എനിക്ക് ആരോ ചുറ്റിക വെച്ചടിക്കണ വേദനയായിരുന്നു. 2 പേര് താങ്ങിയിട്ടായിരുന്നു എന്നെ ഒരു വാഷ്റൂമിലേക്ക് വരെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയ്ക്ക് വരെ എത്തി. അങ്ങനെ ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ കയറി. അവിടെ ഞാൻ വിചാരിച്ചു സ്പൈനലിന് സർജറിയാണ്. അപ്പോൾ സാർ പറഞ്ഞു തൽക്കാലം സ്പൈനൽ സർജറി വേണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം അതിന് മുന്നേ തന്നെ ഞാൻ മാതാവായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കൃപാസന അമ്മോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ വേദന വന്ന് കൂടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അമ്മോട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം. പക്ഷേ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ആരെന്നെ കൊണ്ടുപോകുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ തെറാപ്പിസ്റ്റായിട്ടൊരു കുട്ടിയുടെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ ലോക്കറ്റ് കണ്ടു കൃപാസന അമ്മയുടെ. അതും എനിക്കൊരു എന്താ പറയുക, ഒരു ആശ്വാസമായിരുന്നു കണ്ടപ്പോൾ. അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ 3 മാസം ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ബെഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇരിക്കാനൊന്നും പാടില്ലായിരുന്നു. വേദനകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത കാണാതായി. അങ്ങനെ എൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ചേച്ചി എന്നെ കാണാൻ വരികയും ഒരു പുതിയ കൊന്ത കൃപാസനത്തിൻ്റെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തു. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയും എല്ലാം കൂടുതൽ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ 1 മാസം ഉടമ്പടി എടുക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടിക്ക് വന്നു. ഇവിടെ ബസ്സിലാണ് ഞാൻ വന്നത്. ബ്രദറിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരം കയറിയപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അതിവിടെ എത്തണ വരെ 10 മിനിറ്റ് മുന്നേ വരെ എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം കൃപാസനത്തിൻ്റെ അകത്ത് കയറിയപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി, ക്ലാസ്സിലും കിട്ടി. കാരണം അന്നേരമൊക്കെ ഞാൻ വേദന കൊണ്ടാണ് ഞാൻ എൻ്റെ ഉടമ്പടി, എന്നാലും എൻ്റെ മാതാവ് എന്നെക്കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അപ്പോൾ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടത് അച്ഛൻ ഒരു കടലാസിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതെന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവായിട്ട് സംസാരിക്കലുണ്ടായിരുന്നില്ല. കാരണം ദേഷ്യമൊന്നുമല്ല, ഭയങ്കര വിഷമം. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം വിഷമത്തിലായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഉടമ്പടി എടുക്കണ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകണം, നല്ല രീതിയിൽ പിണക്കങ്ങളൊന്നും മാറ്റില്ല. അപ്പോൾ എനിക്കറിയാം ഒരു മാനുഷിക ചിന്തയിൽ ചിന്തിച്ചാൽ ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയിലായി കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഈശോയ്ക്കും മാതാവിനും വേണ്ടി എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ എപ്പോൾ എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ സ്വപ്നത്തിൽ എനിക്ക് തോന്നി ഇതായിരിക്കും തോന്നിയിട്ട് ഞാൻ അന്ന് തന്നെ ഈ വ്യക്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. 10 മിനിറ്റ് സംഭാഷണം, എല്ലാ പിണക്കങ്ങളും മാറി. അന്ന് രാത്രി ഞാൻ വീണ്ടും ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ രാത്രി ഞാൻ വേദന കൊണ്ട് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ കോളിമ്പല്ലടിച്ചു. വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ തള്ളവിരൽ കൊണ്ട് എൻ്റെ നടുവിൻ്റെ ഗ്യാപ്പിൽ തള്ളവിരൽ നരമ്പ് പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നതാണ് സ്വപ്നത്തിലുണ്ട്. 1 വട്ടം അച്ഛൻ വലിച്ചു, 2ാമത്തെ വട്ടവും അച്ഛൻ വലിച്ചു, 3ാമത്തേൽ എൻ്റെ നടുവിലെ ഗ്യാപ്പിൽ കുടുങ്ങി കിടക്കണ നരമ്പ് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ ആ വേദന എനിക്കുണ്ടായിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേദനയ്ക്ക് എനിക്ക് സൗഖ്യം കിട്ടി. അതിൻ്റെ അടുത്ത വേദന എന്ന് പറയുന്നത് എൻ്റെ കാലുമ്മയ്ക്ക് 3rd സ്റ്റേജാണ് നടുവേദനയുടെ, സയാട്ടിക്ക എന്ന് പറയും. ആ വേദന എനിക്ക് ഒന്ന് നടന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്കും കാലിൽ മൊത്തം പാദത്തിൽ നീര് വരും, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പക്ഷേ എനിക്കൊരു ആഗ്രഹമായിരുന്നു ജപമാല റാലിക്ക് പങ്കെടുക്കണമെന്ന്. അന്ന് ഞാൻ താമസിച്ചിരുന്നത് കൽപ്പറ്റയിലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചിരുന്നു, എന്നെ തൃശ്ശൂർക്ക് എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്തതിനാൽ എനിക്ക് സുഖമായിട്ട് ജപമാല റാലിക്ക് വരായിരുന്നു. കാരണം എൻ്റെ മോളെ എൻ്റെ അമ്മേനെ ഏൽപ്പിക്കായിരുന്നു. കാരണം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് അറിയണ കാരണം കൊണ്ട് എനിക്ക് എന്നെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. എനിക്ക് തൃശ്ശൂർ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ജപമാല റാലിക്ക് വരുമ്പോൾ തന്നെ വേദന കൊണ്ട് പലവട്ടം ഞാൻ ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഇടയിലിടയിൽ ഇരുന്നു, വേദന നന്നായി തുടങ്ങി. അപ്പോൾ റാലി ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഉച്ച സമയത്തായാലും കടൽ തീരത്തോടെ നടന്നിരുന്നത്. ആ മണലിൻ്റെ ചൂടേൽക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ പാദത്തിലേക്ക് നീരിനെല്ലാം സുഖം കിട്ടിയിരുന്നു. പക്ഷേ വേദന കൊണ്ട് ഞാൻ കിലോമീറ്ററോളം നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ സ്ക്രീനിൽ എന്ന പോലെ, ഒരു TV-യിൽ കാണുന്ന പോലെ ഞാൻ കർത്താവിൻ്റെ, എൻ്റെ ഈശോയുടെ ക്രൂശിത രൂപം ഇങ്ങനെ സ്ക്രീനിൽ കാണുമായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് തോന്നി, കർത്താവിൻ്റെ സഹനം വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ ഒന്നുമല്ല. അപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ വേഗത കൂടി. അങ്ങനെ ഞാൻ ജപമാല റാലി പൂർത്തീകരിച്ചു. അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടക്കുന്ന സമയത്ത് മാതാവ് നല്ല വെളിച്ചം, നല്ല പ്രകാശമായിരുന്നു. പ്രകാശത്തിൽ എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം വീണ്ടും ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ എന്നെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, ലോക്കറ്റും തന്നു. അതിനുശേഷം നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു വരുന്നു. പിന്നെ മെല്ലെ 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 ഞാൻ എൻ്റെ എല്ലാ പണികളും, ഡോക്ടേഴ്സ് എന്തെല്ലാം ജോലികൾ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടി. ഇത്രയും സൗഖ്യം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി നല്ലത് വേണമെന്നായിരുന്നു. അതായത് ഈ ആൾ ജോലി ചെയ്തുകൊണ്ടിടത്ത് എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു. സൺഡേസിലും ഒക്കെ ജോലിയാണ്, ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററിലും ഒക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാനസികമായിട്ട് ആളെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. ഞങ്ങൾ സൺഡേസിൽ 1 മണിക്കൂർ കുർബാന മുടങ്ങാണ്ട് കൂടെയെങ്കിലും ആൾക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുർബാനയിൽ. അപ്പം ഞാനിത് നിയോഗം വെച്ച് ആളെ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളെയും ഹസ്ബൻഡിനെയും കൃപാസനത്തേക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ കൂട്ടി എന്തോ 1 മാസം 2 മാസം ആകുമ്പോഴേക്കും കുറേ ബോധ്യങ്ങൾ വന്നു. ആൾക്ക് കുറച്ചുകൂടി ഇത് വിശ്വാസമായി. 3 മാസം ആകുമ്പോഴേക്കും എനിക്ക് തൃശ്ശൂർ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ട വന്നു. ഷിഫ്റ്റ് ചെയ്തു ഞങ്ങൾ. അവിടെ ഇപ്പോൾ നല്ലൊരു ജോലിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സൺഡേസ് എല്ലാം ഓഫാണ്. ബാക്കിയുള്ള ദിവസങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോണു. അങ്ങനെ ഈ ഒരു നിയോഗം കൂടി സാധിച്ചെന്ന അമ്മയ്ക്ക് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് മുന്നേ വർക്ക് ചെയ്തെന്ന സ്ഥലത്തു നിന്ന് സാലറി ബേസിൽ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ തന്നേർന്നില്ല. അപ്പോൾ അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് എനിക്ക് നീലത്തിരിയിൽ 7 എന്നുള്ള നമ്പർ മാതാവ് കാണിച്ചു തന്നു. അങ്ങനെ ഒരു മെയ് 7-ാം തീയതി ഹസ്ബൻഡ് തന്നെ ഞാൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ വരികയും ചോദിച്ച് ആ മാസം തന്നെ ഒരു ഫുൾ എമൗണ്ട്, ഒരു 6 ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടുകയും ചെയ്തു. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. അടുത്ത എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ആയിരുന്നു. മോൾക്ക് ചെറുതിലേ തൊട്ട് ഇങ്ങനെ ടോൺസിലൈറ്റീസും ഇടയ്ക്കിടയ്ക്ക് പനികളും വരുമായിരുന്നു. അപ്പോൾ അത് കുറേ നമ്മൾ വയനാട്ടിലായിരുന്നു അന്നേരം. അപ്പോൾ നമുക്ക് വിചാരിച്ചു ക്ലൈമറ്റിൻ്റെ ആണ്. പക്ഷേ ആഴ്ചയിലും ഈ വയ്യായ വന്നു, കണ്ടുപിടിക്കണില്ല, എപ്പോഴും ടോൺസിലൈറ്റീസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം നല്ല പനി വരികയും ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഡിനോയിഡ് ഗ്രേഡ് 3 ആണ് കണ്ടുപിടിച്ചത്. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മോൾക്ക് വാങ്ങിച്ചു, ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ മൂക്ക് വേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മോള്. അതിനുശേഷം ഇന്ന് വരെ മോൾക്ക് വേദനകളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ടോൺസിലൈറ്റിസോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അമ്മയുടെ പ്രസൻസ് മെഴുതിരിയിൽ ഹാർട്ടായിട്ടും സുഗന്ധാഭിഷേകങ്ങളുമായിട്ടും സ്വപ്നദർശനം സെപ്റ്റംബർ 8-ാം തീയതി വരെ അമ്മ എന്നെ സ്വപ്നത്തിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ തുടർന്ന് ഉടമ്പടിയിൽ എന്നെ മുന്നോട്ട് പോവും. ഈശോയ്ക്ക് നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് പത്രം ഓട്ടോ സ്റ്റാൻഡിലും പള്ളികളിലും
അതേപോലെ തന്നെ ഇങ്ങനെ ടൗണുകളിലൊക്കെ ആയിട്ട് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് എല്ലാ മാസം ഞാൻ കൊടുക്കാറുണ്ട്, ഡ്രസ്സുകൾ കൊടുക്കും, പിന്നെ നേർച്ച വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കും. പല രോഗികളെ കണ്ട് നേർച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. മെയിൻ ഞാൻ ചെയ്യാൻ മാതാവിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയേറെ അനുഗ്രഹം തന്ന ഒരിക്കൽ കൂടി ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 139 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സിബി ജിത്തു തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് തൻ്റെ ജീവിതം സംബന്ധിച്ച നടുവുവേദനയും അതേ തുടർന്ന് കാലിലേക്ക് ഇറങ്ങുന്ന വേദനയും അത് ഒത്തിരിയേറെ വേദനയോടെയാണ് കടന്നുപോവുകയൊക്കെ ചെയ്തത്. അതേ തുടർന്നാണെങ്കിൽ 3 മാസത്തോളം ബെഡ് റെസ്റ്റ് എടുക്കുകയും റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെയാണ് പൂർണ്ണമായിട്ടും ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും ഇവിടെ വരുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ 3 മാസത്തെ റെസ്റ്റിനും ശേഷമെല്ലാം ഇവിടെ വന്നുകൊണ്ട്, കാരണം ഇവിടെ വരുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണയിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കാരണം സുഗന്ധാഭിഷേകം ലഭിക്കുകയും ഇവിടെ വന്നത് മുതൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ തൻ്റെ വേദനകൾ പരിശുദ്ധ അമ്മ മാറ്റിത്തരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ലഭിക്കുക ചെയ്യുന്നത്. തുടർന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും പരിശുദ്ധ അമ്മ അതൊരു വലിയ രോഗസൗഖ്യമാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ കടന്നുപോയ ബുദ്ധിമുട്ടും വേദനകളെന്ന് പറയുന്നത് നടുവിൻ്റെ വേദന ഒന്ന് മാറുമ്പോൾ കാലിലേക്ക് വേദന ഇറങ്ങുന്ന വലിയൊരു ബുദ്ധിമുട്ടിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും സിബി ജിത്തുവിന് ഒരു നടുവേദനയുടെയും കാലിൻ്റെ വേദനയും അത് പൂർണ്ണമായിട്ടൊരു രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അതേ തുടർന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ അത് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ പഴയ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുവാനുള്ള സാലറി സംബന്ധമായ കാര്യങ്ങൾ അത് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് യാതൊരു വിധമായ തടസ്സങ്ങളും കൂടാതെ കണ്ട് ഇവർക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം കൂടിയാണ് ഈ കുടുംബം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഇവിടെ മകൾക്ക് ഉണ്ടായിരുന്ന അടിനോട് സംബന്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ തോട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പലപ്പോഴും പലവിധ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കടന്നു പോയെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുമകൾക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകിയത്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായൊരു സംരക്ഷണയുടെ കീഴിലാണ് ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ഇനിയും മുമ്പോട്ടുള്ളവരുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ ഉയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട്. എൻ്റെ പേര് ശ്രീജ. ഞാൻ സെൻറ്റ് റാഫേൽ ചർച്ച് എഴുപുന്ന എരമല്ലൂരാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ്. ഇത് എൻ്റെ മൂത്ത മകൻ ആൻഡോസ്. ഇത് ആൽവിൻ. ഞങ്ങൾ UK റെസിഡൻ്റാണ്. എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം ഇവിടെ പറയാൻ വേണ്ടിയാണ്. അതായത് ഞങ്ങൾ UK ഒരു വീടിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 2020 കോവിഡിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ഒരു വീട് കണ്ടു. പക്ഷെ ഞങ്ങൾ 2 വർഷമായിട്ട് വീടിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും തന്നെ അങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ കോവിഡിൻ്റെ സമയം 2020 ഒരു വീട് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂടുതലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് കൂടുതലാണ്. അപ്പം അതിനൊരു ഓഫർ ഇട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ ഓഫർ ഇട്ട് അതിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഞാൻ രാവിലെ എല്ലാ ദിവസവും 5:30 എഴുന്നേറ്റ് മുട്ട നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ഏജൻറ്റിനോട് ഞാൻ എൻ്റെ ഒരു ഓഫർ അങ്ങ് പറഞ്ഞു. പക്ഷേ അവരത് ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല, അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പക്ഷേ മാതാവിനോട് എല്ലാ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനൊരു 10 ലക്ഷം രൂപയും കൂടെ കൂടുതൽ ഓഫർ ഇട്ട് കഴിഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏജൻറ്റ് ഒരു ലേഡിയാണ്. അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വോയിസ് മെയിലാണ് വന്നത്. വോയിസ് മെയിൽ ഞാനിങ്ങനെ കേട്ടതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഞാൻ എക്സൈറ്റഡ്
സീറ്റഡ് ആയതുകൊണ്ട് ഞാൻ കേട്ടത് ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പം ഞാൻ അത് ഓഫർ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ മെസ്സേജ് അങ്ങ് ഡിലേറ്റ് ആയിപ്പോയി. ഞാൻ ഓടി വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മുടെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പം അന്ന് ഈവനിങ് ആയി, എനിക്ക് രണ്ടാമത് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം ഞാനൊരു 11-11:30 ആയപ്പം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞത് ആ ഓഫർ നിങ്ങൾക്കല്ല വന്നത്, അത് വേറൊരാൾക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അപ്സെറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ അവിടെ ചങ്ക് പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് ഞാൻ എൻ്റെ മാതാവിനോട്, മാതാവേ എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നീ കാണുന്നതല്ലേ, എനിക്കിനി ഒത്തിരി കഷ്ടപ്പെടാൻ വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ തിരിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ എനിവേ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വീട് പിന്നെ അത് മാർക്കറ്റിൽ വന്നു, ആ സെയിം വീട് തന്നെ. അപ്പം ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ എടുത്ത ആൾക്കാർക്ക് വേണ്ടാന്ന് പറഞ്ഞു, അത് മാർക്കറ്റിൽ വന്നാന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിടിയിന്ന് കോവിഡായി, എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ അപ്പോൾ അവരുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യൊന്നുമില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പം രണ്ടാമത് എൻ്റെ മോർഗേജ് അഡ്വൈസർ വിളിച്ചു, നിങ്ങൾ അവരെ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്ത് നോക്ക്, അവരെന്താ പറയുന്നത് നോക്കാൻ പറഞ്ഞു. ഞാൻ കോൺടാക്ട് ചെയ്തപ്പം ആ ലേഡി ഏജൻറ്റ് മാറി ഒരു മെയിൽ ഏജൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു അവർ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചതിലും കൂടുതൽ പൈസയ്ക്കാണ് അത് ഓഫർ അക്സെപ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ എനിവേ മോർഗേജ് അഡ്വൈസറിനെ വിളിച്ച് പറഞ്ഞു, അവരങ്ങോട്ടും എല്ലാം കോൺടാക്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോർഗേജ് അഡ്വൈസർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്കൊരു 2 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്യാം പ്രോസസ്സിങ്ങിന് മുമ്പ്, കാരണം എന്തോ ഒരു ഗവൺമെൻറ് റൂൾസ് കോവിഡ് പ്രമാണിച്ച് ചേഞ്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ മോർഗേജ് അഡ്വൈസർ പറയുവാണ്, അതായത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട ഒരു 10 ലക്ഷം രൂപ അവിടെ കുറച്ചേക്കുവാണ്, അപ്പം നിങ്ങൾ ആ 10 ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അവിടെ ആ കൃത്യ പൈസ ഏകദേശം മാതാവ് വേറൊരു തരത്തിൽ എനിക്ക് കുറച്ച് എനിക്ക് ആ വീട് ഞങ്ങൾക്ക് അത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു സെൽഫ് എംപ്ലോയി ആണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയില്ല, പുള്ളി വീട്ടിലിരിക്കുവാണ്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി തൊട്ടടുത്ത്, ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, പിള്ളേരുടെ സ്കൂള് തൊട്ടടുത്ത്, അത് ഓക്സ്ഫോർഡിൽ ഏറ്റവും നല്ലൊരു സെൻട്രൽ ഏരിയയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് അതെനിക്ക് കിട്ടിയത്. നല്ല എല്ലാ തരത്തിലുള്ള വെട്ടവും വെളിച്ചവും എല്ലാ തരത്തിലുള്ള ഒരു സമാധാനപരമായ ഒരു വീടാണ് എനിക്ക് മാതാവ് ഒരുക്കി തന്നത്. ഞാൻ എന്നും മാതാവിന് അതിന് നന്ദി പറയുന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സീനിയർ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ കയറുമ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടും. അതുപോലെ തന്നെ എനിക്ക് ആൻസർ പറയുമ്പോഴത്തേന് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാം, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എനിവേ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അന്ന് വൈകുന്നേരം തന്നെ അവർ പറഞ്ഞു എനിക്ക് ആ പോസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാനേജർ പറഞ്ഞു ആ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുമ്പോഴത്തേന് ഞാൻ എൻ്റെ ആ സംസാരം ഞാൻ തന്നെ ആണോ എന്ന് അവർ സംശയിച്ചു പോയി. അതുപോലെയാണ് ഞാൻ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ എന്താ അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോന്ന്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ എല്ലാം കൃത്യമായിട്ട് അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിന് അന്ന് വന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു സീനിയർ സ്റ്റാഫിന് കൊടുക്കാതെയാണ് അത് അന്നത്തെ പോസ്റ്റ് എനിക്ക് അവർ തന്നത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത് ഞാൻ ഈ മാതാവിനോട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വേണ്ടി മാധ്യസ്ഥം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ മകന് കഴിഞ്ഞ 1 വർഷമായിട്ട് 3 ആക്സിഡൻ്റാണ് ഉണ്ടായത്. 3 ആക്സിഡൻറ്റിലും ഒരു പോറൽ പോലും പറ്റാതെ മാതാവ് അത്ഭുതകരമായിട്ട് അവനെ രക്ഷിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതുപോലെ ഞാനിങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എല്ലാ മാസവും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അനാഥാലയമുണ്ട്, അവിടെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി, ഇംഗ്ലീഷ് പത്രമാണ് ഞാൻ കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത്, മലയാളം പത്രവും മേടിക്കും അതിൻ്റെ കൂടെ. അവിടെ നമുക്ക് ഫിലിപ്പിനോസ് അതുപോലെ തന്നെ വേറെയുള്ള രാജ്യക്കാർ അവർക്ക് ഈ പത്രവും കൊടുത്ത്, ആഫ്രിക്കൻസൊക്കെയാണ്, അവർക്ക് ഈ പത്രവും കൊടുത്ത് കാശിരൂപവും കൂടെ കൊടുക്കുന്നത്. അവർ തിരിച്ച് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഒന്നും കൂടെ താന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ അവർക്ക് അന്നേരം തന്നെ ഒരു പത്രവും കാശിരൂപവും കൊടുത്ത് അതൊക്കെ എന്നിട്ട് അവർക്ക് അതെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
അതുപോലെ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത അവിടെ എനിക്ക് 3 ദിവസം ജോലി ചെയ്താൽ മതി, ഇല്ലാത്ത ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും. കാരണം രാവിലെ ഞങ്ങൾക്ക് അവിടെ കുർബാന 8 മണിക്ക് മുമ്പ് ഇല്ല, അപ്പോൾ കുർബാനയ്ക്ക് പോകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെയ്യാറുണ്ട്, മാസത്തിലൊന്ന് കുമ്പസാരിക്കും. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്നത്. ഇത്ര എല്ലാ അനുഗ്രഹവും തന്ന തിരുക്കുമാരനും മാതാവിനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94-ാം അധ്യായം 18 വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശ്രീജ തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, തനിക്ക് UK സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുന്ന നിയോഗം തന്നെയായിരുന്നു. എന്നാൽ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് തങ്ങൾ തന്നെ ഒരു ഓഫറിട്ട് പ്രാർത്ഥിക്കുകയും എന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഒരു വീട് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ തവണ അത് പലവിധമായ കാര്യങ്ങളാൽ അത് ലഭിക്കാതെ വരികയും വീണ്ടും പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് സങ്കടത്തോടു കൂടിയാണെങ്കിലും ആ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുക ചെയ്തത്. കോവിഡ് സമയമായതുകൊണ്ട് തന്നെ അതിനുശേഷവും വീണ്ടും നിയോഗത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്നെ വീണ്ടും വരികയും അത് എപ്രകാരമാണോ താൻ നിയോഗത്തിൽ വെച്ചത് അത് പൂർണ്ണമായിട്ട് സ്വന്തമാക്കിയിട്ട് സാധിക്കുക ചെയ്തു. കാരണം അതിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് കുറേ അധികമായിരുന്നു. പക്ഷെ അത് തന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് കൊടുക്കാണ്ട് സാധിച്ചത് 10 ലക്ഷത്തോളം രൂപ കുറച്ചാണ് അവർക്ക് വീട് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക ചെയ്തത്. അത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു തസ്തിക ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്കത് കുറച്ച് കിട്ടുകയും അതോട് ചേർന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന തരത്തിൽ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനാണെങ്കിലും അടുത്ത ജോലി സ്ഥലത്ത് പോകുവാനും എല്ലാം കൂടെ ഒരുക്കിയൊരു നല്ലൊരു സജ്ജീകരണത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് ഇവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ചെയ്ത്. അതോടൊപ്പം തന്നെയാണെങ്കിലും സീനിയർ നേഴ്സ് പോസ്റ്റിലേക്കുള്ള ജോലിയാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അത് പാസ്സാകുവാൻ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുക ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ വാക്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നൊരു വലിയൊരു നിയോഗം തന്നെ ഉണ്ടായിരുന്നു. അത് പലവിധങ്ങളുള്ള അപകടങ്ങളുണ്ടായിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണത്തിലാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ച് പോവുകയും ചെയ്യുന്നത്. ഇനി ഈ കുടുംബത്തെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും ഒരു നിരവധി ആവശ്യങ്ങളുമായിട്ട് ഇയാൾ താൽക്കുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട്. ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരീഷ, ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മോൻ റൂബൻ്റെ പാസ്പോർട്ട് എമർജൻസി ആയിട്ട് കിട്ടിയ ഒരു സാക്ഷ്യമാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ ടിക്കറ്റ് 6 മാസം മുന്നേ എടുത്തിരുന്നെങ്കിലും അവൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അത്ര നോട്ട് ചെയ്തിരുന്നില്ല. ഞാൻ വിസ അപ്ലൈ ചെയ്ത സമയത്താണ് കുഞ്ഞിൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആകാൻ 6 മാസം വാലിഡിറ്റി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ റൂൾ അനുസരിച്ച് ബിലോ 6 months ആണ് എക്സ്പയറി ഡേറ്റ് എങ്കിൽ അവർ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്കിൽ അവർ വിസ ഗ്രാൻഡ് ചെയ്യത്തില്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ വരുന്നതിന് 3-4 ദിവസം മുന്നേ മാത്രമാണ്. കാരണം അത് എപ്പോഴും 24 മണിക്കൂറിനുള്ളിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലാം വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റേത് ഇങ്ങനെ പെട്ടെന്ന് പാസ്പോർട്ട് എക്സ്പയർ ആണെന്നും നമ്മൾക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇല്ലയെന്ന് മനസ്സിലായത്. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ വെള്ളിയാഴ്ച സമയമുണ്ടല്ലോ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി പുതിയൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളിയാഴ്ച അപ്ലൈ ചെയ്താലും എമർജൻസി കാറ്റഗറിയിൽ അവർക്ക് മൺഡേ അത് ഗ്രാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി വൈകിപ്പോയി. ഈവനിങ് ടുവേർഡ്സ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവരെൻ്റെ ആപ്ലിക്കേഷൻ എടുത്തില്ല. എന്നോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. പിന്നെ എനിക്ക് വേറൊരു വഴിയുമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈയിങ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ.
പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി മൺഡേ രാവിലെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ വീണ്ടും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ മാതാവിനോട് എനിക്ക് ഒരടയാളം തന്ന് എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 1 ആണെങ്കിലും എനിക്ക് കിട്ടിയ കൗണ്ടർ 7 ആയിരുന്നു. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്കൊരു ലേഡി ഓഫീസറെ ബ്ലൂ ജാക്കറ്റ് ഇട്ട, നമ്മുടെ കാശ് രൂപത്തിൻ്റെ സെയിം കളറിൽ ഉള്ള ജാക്കറ്റ് ഇട്ട ഒരാളായിരുന്നു എൻ്റെ ഓഫീസർ. യൂഷ്വലി കാനഡയിൽ അത്രയും ബ്രൈറ്റ് കളേഴ്സ് ഇട്ട ആൾക്കാരെ നമ്മൾ കാണാറില്ല. സട്ടിലായിട്ടുള്ള കളേഴ്സും അങ്ങനെയുള്ള വേഷങ്ങളാണ് അവർ ധരിക്കുക. പക്ഷേ ഇത് നല്ല ബ്രൈറ്റായിട്ട് എക്സാക്ട്ലി നമ്മുടെ കാശ് രൂപത്തിൻ്റെ സെയിം കളറുള്ള ഭയങ്കര ശാന്തമായ ഒരു ഫേസുള്ള ഒരു ലേഡിയായിരുന്നു. അവരെന്നെ നന്നായിട്ട് സഹായിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായി എന്നെ ചോദിച്ചറിഞ്ഞ് എല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് ഇന്ന് തന്നെ തരാം, ഞാൻ മാക്സിമം ശ്രമിക്കാം, ഉച്ചയ്ക്ക് ഒരു 2 മണിക്കേലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് നീ നടത്തി തരുന്ന കാര്യങ്ങളാണല്ലോ, എനിക്ക് 2:30 പാസ്പോർട്ട് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിന് മുന്നെയോ അതിന് ശേഷമോ ആയിരിക്കും തരാൻ പോണത്. പക്ഷേ എനിക്ക് 2:30 വേണമെന്ന് ഞാൻ അങ്ങനെ സമയം ചോദിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയോ കുറച്ച് കൺഫർമേഷൻ അവർക്ക് വേണ്ടത് കൊണ്ട് അവർ 1-2 പ്രാവശ്യം എന്നെ വിളിക്കുകയും പിന്നെ ടിക്കറ്റിൻ്റെ റിയൽ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്തതിൽ എന്തോ അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ട് അവരെന്നോട് നേരിട്ട് വരാൻ ആവശ്യപ്പെട്ടു. ആക്ച്വലി ഞാൻ ഓതറൈസേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ടാണ് പോന്നിരുന്നത്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ പാസ്പോർട്ട് കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ട്. പക്ഷേ അവരെന്നെ തിരിച്ചു വിളിച്ച് കാനഡ ടൈമിൽ 2:30 സമയം എനിക്ക് ഇവൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയ സെക്കൻഡിൽ തന്നെ ഞാൻ വിസയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ, അതായത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യേണ്ട സെയിം ഡേ രാവിലെ 5:30 കുഞ്ഞിൻ്റെ വിസ വരുന്നത്. അപ്പോൾ നമുക്കൊരു തടസ്സവും ഇല്ലാണ്ട് നമ്മുടെ യാത്ര എല്ലാം ക്രമീകരിച്ച് ഇവിടം വരെ എത്തി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ജോലി കിട്ടിയ സാക്ഷ്യമാണ്. ഞങ്ങൾ കാനഡയിലാണെങ്കിലും അവിടെ ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ RNൻ്റെ എക്സാം എഴുതിയത് ഒരു 3 years കഴിഞ്ഞതേ ഉള്ളൂ. അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. എക്സാം പാസ്സായി, ലൈസൻസ് ഉണ്ട്, പക്ഷേ ജോലി ശരിയാവുന്നില്ല. അപ്പം എൻ്റെ എക്സാം പാസ്സായതിന് ശേഷം എൻ്റെ ലൈസൻസ് കിട്ടി 1 മാസത്തിനുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയുണ്ടായി. അത് ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ജോലിയായിരുന്നു. അപ്പം എനിക്ക് 10 yearsോളം ഗ്യാപ്പുണ്ട് നഴ്സിംഗ് ഫീൽഡിൽ. കാരണം അവർ RNൻ്റെ ജോലി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഞാൻ LPN ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും അവർ നോക്കാറില്ല. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായി. വീഡിയോ കോൾ കട്ടായിപ്പോയി. അവരെൻ്റെ മൊബൈലിലോട്ട് സാധാ ഒരു മൊബൈൽ കോൾ വിളിച്ചിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. അതിനുശേഷം കുറച്ചുകൂടെ പേപ്പർ വർക്കൊക്കെ നടന്നു, മെഡിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. പോലീസ് ക്ലിയറൻസ് വരെ കഴിഞ്ഞു. ഓഫർ ലെറ്റർ കിട്ടിയാൽ മതി എന്നുള്ള സ്റ്റേജ് എത്തിയപ്പം ഇത് ബ്ലോക്കായിപ്പോയി. എന്താ കാരണം എന്നറിയില്ല. ഒരു 6-7 മാസത്തോളം അവരുടെ അടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. പിന്നെ ഞാൻ വേറെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ ഞാൻ LPNൻ്റെ ജോലിക്ക് തന്നെ വീണ്ടും പോയി തുടങ്ങി. അവിടെ ഒരു 7 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ പെട്ടെന്ന് വിളിക്കുകയാണ്. ഒരു ഒക്ടോബർ മാസമാണ്, 27-ാം തീയതി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നതല്ലേ, നിനക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ, നീ ഇവിടെ ജോയിൻ ചെയ്തോ. അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് 10 minutes മാത്രം ഡ്രൈവുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു നല്ല ജോലി തരികയാണ് അമ്മ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത്ര നാളും തടസ്സപ്പെട്ട് കിടന്ന ജോലിയല്ലേ, അപ്പോൾ എനിക്കൊരു അടയാളം വീണ്ടും തരണം. ഇത് നീ ആഗ്രഹിച്ചിട്ട് ഞാൻ പോകുന്നതാണോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അപ്പോഴെനിക്കറിയാം ഡിസംബറിൽ ഇവിടെ നൊവേന നടക്കുന്ന സമയമാണ് 1 തൊട്ട് 7 വരെ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ ജോയിനിങ് ഡേറ്റ് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഡിസംബർ 5 എൻ്റെ ജോയിനിങ് ഡേറ്റ്. അന്ന് തൊട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഒരു കുഴപ്പവും ഇല്ലാണ്ട് എൻ്റെ ജോലി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാതാവ് ഇടപെട്ട് ഭംഗിയായിട്ട് പരിഹരിച്ച് തന്ന് എന്നെ മുന്നോട്ട് നടത്തുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു PF ഫണ്ടിനെ കുറിച്ചാണ്. ആൾ ആദ്യം ക്രൂയിസ് ലൈനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റലിയിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആൾ ജോലി ചെയ്തതിൻ്റെ ഒരു PFൻ്റെ ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കാനഡയിലായതുകൊണ്ട് നമുക്കിതിനെ പുറകെ ഒത്തിരി അന്വേഷിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും എപ്പോഴൊക്കെ അപ്ലൈ ചെയ്തോ അന്നൊക്കെ അത് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തന്നെ ഉപേക്ഷിച്ചു. കാരണം കുറേ വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കുന്നു, ഒന്നും ഒരു അപ്ഡേഷനും വരുന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ വെറുതെ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് നോക്കിയാലോ
എന്ന് തോന്നി. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു ചെയ്തത്. അപ്പം അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസം കൊണ്ട് ആ ആപ്ലിക്കേഷൻ പ്രോസസ്സായി. ഞങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ ഫണ്ടും അവർ റിലീസ് ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഹസ്ബൻഡ് തൈറോയിഡിനും കഴിഞ്ഞ 6 വർഷമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളായിരുന്നു. ഞാനപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ച് കഴിയുമ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് തൈലം കൊണ്ട്, ഉടമ്പടി തൈലം കൊണ്ട്. അപ്പോൾ ഞാൻ ആളുടെ തൊണ്ടയിലും കുരിശ് വരയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടിപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് വാല്യൂസ് എല്ലാം നോർമലാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പം മരുന്ന് വിത്ഡ്രോ ചെയ്താൽ പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾ മെഡിസിൻ എടുക്കുന്നില്ല. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. ഓൺലൈനിൽ എനിക്ക് ഞായറാഴ്ച മാത്രമേ എനിക്ക് അവധിയുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ വിശുദ്ധ കുർബാന കാണാറുണ്ട്. ഇനി ഇൻ കേസ് ഓഫുള്ള ഇടദിവസങ്ങളിൽ ഓഫ് കിട്ടുകയാണെങ്കിൽ അന്നേരം ഞങ്ങൾ കുടുംബസമേതം ഇടദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കാണാറുണ്ട്. എല്ലാ മാസത്തിലും 1 പ്രാവശ്യം കുമ്പസാരിക്കാറുണ്ട്. പറ്റുവാണെങ്കിൽ അതിനിടയ്ക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ 2 ആഴ്ച കുടുംബത്തിന് ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ദിവസേനയുള്ള കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. യൂട്യൂബിലുള്ള ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം തന്നെ എപ്പോഴും തന്നെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾക്ക് അവിടെ കൃപാസനം ജപമാല ഗ്രൂപ്പിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ. അവരുടെ നേതൃത്വത്തിലാകേണ്ട ജപമാല റാലി എല്ലാ മാസവും ഉള്ളാകേണ്ട ജപമാല ഞങ്ങളുടെ ഇടവകയിൽ നടത്താറുണ്ട്. അതിലെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെ വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ചാരിറ്റി ചെയ്യാറുണ്ട്. നമ്മൾ വേറെ ആൾക്കാരുടെയൊക്കെ ഓൾഡ് ക്ലോത്ത്സൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ പുതിയത് വാങ്ങിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നല്ല ഉപയോഗിക്കാൻ നല്ലതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ ആവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ആക്റ്റീവായിട്ട് തന്നെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിലും ചികിത്സാ സഹായം, പഠന സഹായം, അങ്ങനെ സഹായം ചോദിച്ചു വരുന്ന എല്ലാവരെയും തന്നെ സഹായിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കൃപാസനം പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും. മലയാളം എനിക്ക് ചെറിയൊരു സ്മോൾ ഹൗസ് ബിസിനസ് ഉണ്ട്, ഹോം ബിസിനസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ വരുന്ന എല്ലാവർക്കും അത് കൊടുക്കും. പക്ഷേ അച്ഛൻ പറയാറുണ്ട് വീട്ടിൽ വരുന്നവർക്കല്ല കൊടുക്കണ്ടേ, പുറത്ത് വരുന്നവർക്ക് കൊടുക്കണം. പക്ഷേ വീട്ടിലാരെങ്കിലും വന്ന പത്രം കൊടുക്കാതെ വിടാനും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ കൊടുക്കും. പിന്നെ മലയാളികളാണെങ്കിലും നമ്മൾ ആരെങ്കിലും വീട്ടുകളിൽ പോവുകയൊക്കെ ഉള്ളെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ പുറത്തൂടെ കടകളിലൂടെയും പള്ളികളിലൊക്കെ പോകുമ്പോഴും ഇംഗ്ലീഷ് പള്ളികളുടെയൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ അതിലെ പാസ് ചെയ്യുന്നവർ, പള്ളി വരുന്നവർ മാത്രമല്ല റോഡിൽ പോകുന്നവർക്കും ഒക്കെ പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കാറുണ്ട് കൃപാസന പത്രം. പിന്നെ ചില സമയത്ത് പള്ളിയിലിരുന്ന് എനിക്ക് ഇങ്ങനെ ഓരോ കെട്ട് പത്രങ്ങൾ കിട്ടാറുണ്ട്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 71-ാം സങ്കീർത്തനം 16-ാം തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. മരീഷയും കുടുംബവും കാനഡയിൽ നിന്നാണ് ഇവിടെ വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം കുടുംബത്തോടൊപ്പം ഏറ്റുപറയുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് നന്ദി പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ്. വളരെ സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളിലെല്ലാം അവർ പരിശുദ്ധ അമ്മയോട് എപ്പോഴെല്ലാം മധ്യസ്ഥം അപേക്ഷിച്ചോ ഉടൻ പരിഹാരമാണ് അവരുടെ ജീവിതത്തിലുണ്ടായെന്ന് മരീഷ ഇവിടെ ഏറ്റുപറയുന്നു. വളരെ പ്രത്യേകമായി റീസെൻ്റായിട്ടുള്ള വലിയൊരു അത്ഭുതമാണ് അവരുടെ കുഞ്ഞിൻ്റെ വിസ എക്സ്പയറി അവസാനിക്കുന്ന ഒരവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് വിസ റിന്യൂവലായി കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടിയുടെ ഒരു ഉറപ്പായിരുന്നു മരീഷയ്ക്കുണ്ടായിരുന്നത്. വളരെ അടയാളങ്ങളോടുകൂടി തന്നെ പരിശുദ്ധ അമ്മ ആ വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുള്ള വിസ അപ്രൂവൽ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അവരുടെ ടിക്കറ്റിൻ്റെ ആ ദിവസം തന്നെയാണ് അവർക്ക് വിസ അപ്രൂവലായി അവരുടെ കയ്യിൽ കിട്ടിയത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ച് അവർ ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അതുപോലെ തന്നെ ഒരു RN നേഴ്സായിരുന്ന കാനഡയിലായിരുന്നു 10 വർഷക്കാലം അവിടെ ജോലി ചെയ്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള സാധ്യത മകൾക്കില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് വളരെ ചുരുക്ക സമയത്തിലാണ് മകൾക്ക് ഒരു പെർമനൻ്റായി അവിടെ ജോലി കിട്ടുകയും
വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് മാത്രം ദൂരം യാത്ര ചെയ്താൽ പോകാവുന്നൊരു ഹോസ്പിറ്റലിൽ അവരുടെ ജീവിതത്തെ ജോലി ചെയ്ത് യഥാസ്ഥാനപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോ വലിയ അനുഗ്രഹം നൽകി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ഇറ്റലിയിൽ ഒരു ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 12 വർഷക്കാലത്തോളം ഉണ്ടായിരുന്ന ഒരു PF അവർക്ക് കിട്ടാതെ പോയി. പക്ഷെ ഉടമ്പടിയിൽ വന്നപ്പോൾ ഇവർക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, ഈ ഒരു PF ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു വലിയ ഉറപ്പിൽ അവരത് അപ്ലൈ ചെയ്യുകയും വർഷങ്ങളായി കിട്ടാതിരുന്ന ആ PF അവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു എന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ തൈറോയിഡ് കംപ്ലീറ്റ് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി പരിപൂർണ സൗഖ്യം ലഭിച്ചതിനും നന്ദി പറയുന്നു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനന്ദിയായി എല്ലാ മാസവും അവരുടെ കൂട്ടായ്മയിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്. കൃപാസനം കൂട്ടായ്മയിൽ എപ്പോഴും എല്ലാ മാസവും കൃത്യമായി അവർ ഉടമ്പടി ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അവരെല്ലാ ഞായറാഴ്ചയിലും അതുപോലെ തന്നെ സാധിക്കാവുന്ന സമയങ്ങളിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും കുർബാന കാണാൻ പോകരുത് എന്നുള്ള ഒരു ചെറിയ തിരുത്തൽ മാത്രമാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ പറയാനുള്ളൂ. കാരണം നമ്മളൊരിക്കലും കുർബാന സിനിമ കാണുന്നത് പോലെയല്ല, അത് നമ്മുടെ പറഞ്ഞ് പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളൊരിക്കലും കുർബാന കാണുകയില്ല. ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റൈലാണ് വി അറ്റൻഡ് ദ മാസ്. അറ്റൻഡിങ് മാസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്, വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാസ്. നമ്മളെപ്പോഴും പങ്കെടുക്കുകയാണ് വേണ്ടത്. ഈശോയുടെ കുർബാനയിൽ നമ്മൾ ഈശോയുടെ ആ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദിവ്യാനുഭവമാണ്. അതൊരിക്കലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് പോലെയല്ല. നമ്മളെപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നിന്നായിരിക്കണം നമ്മളെപ്പോഴും ദിവ്യബലിയിൽ പങ്കെടുക്കേണ്ടത്. മരീഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിസ പ്രോസസ്സിങ്ങിൽ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ജോലി പ്രശ്നങ്ങളുള്ളവരെ, കുടുംബമായി പ്രവാസികളായി കഴിയുന്നവരെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ. എൻ്റെ പേര് ടിനോയ്, ഇതെൻ്റെ ഭാര്യയാണ് ഫെനീഷ. ഞങ്ങൾ വരുന്നത് കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തിയ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. 2023 ഞാൻ ഖത്തറിലുണ്ടായിരുന്ന എൻ്റെ നല്ല ഒരു ജോലി റിസൈൻ ചെയ്ത് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടെ സേഫ്റ്റി അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കമ്പനിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം സാലറിയിൽ ഡിലേ ഉണ്ടാവുകയും അതൊരു 7 മാസത്തോളം സാലറി പെൻഡിങ് ആവുകയും അതേ തുടർന്ന് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരേണ്ടതായിട്ടും വന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞാനും വൈഫും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള ആ ഒരു സാലറിയുടെ ഒരു പെൻഡിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ്സും കിട്ടാതാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതെല്ലാം എത്രയും വേഗം അമ്മ ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണമായിട്ടും അതിലൊരു വിശ്വാസം കൊടുത്തിട്ടല്ല, പൂർണ്ണമായിട്ടും അതിങ്ങനെ വിശ്വസിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണത്തിൽ ആളെന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ കിട്ടാനുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എന്നേലും ഒരു 6 മാസം മുമ്പേ റിസൈൻ ചെയ്തവരൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് പോകണമെന്ന് കരുതിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ കരുതിയിരുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വന്ന് എൻ്റെ കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് സാലറി എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്നാണ് ഞാൻ, എൻ്റെ ആ ബെനിഫിറ്റ്സ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ സംഭാഷണത്തിൽ ഇങ്ങനെ അദ്ദേഹനോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഇങ്ങനെ ഇത് കിട്ടിയോ, ക്രെഡിറ്റ് ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാലും 6 മാസം മുമ്പ് പോയിരുന്നവർക്കൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ 1 മാസം മുമ്പ് വന്ന് എനിക്ക് എങ്ങനെ കിട്ടും. അങ്ങനെ പറഞ്ഞ് ആ ഒരു സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ വെറുതെ എൻ്റെ ഫോണൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ
ബാങ്കിൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു. എനിക്ക് കിട്ടാനുള്ള എല്ലാ എമൗണ്ടും 2 ദിവസം മുന്നേ ക്രെഡിറ്റായി കിടക്കുന്നുണ്ട്. അത് പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കിട്ടാനുള്ള എമൗണ്ടുകളെല്ലാം എനിക്ക് കിട്ടി. ഇത് മാതാവിൻ്റെ ഒരു ടൈം ഷോർട്ടനിങ് ആണെന്ന്, ടൈം ഷോർട്ടനിങ് വഴി മാതാവ് ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതേ തുടർന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലിലൊരല്പം ഒരു ഉയർച്ചയുണ്ടായി. എങ്കിലും ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. കാരണം ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുമോയെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ രാവിലെ തന്നെ പള്ളിയിൽ പോകേണ്ടത്, അതുപോലെ ബൈബിൾ വായന, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിലൊക്കെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്നായിരുന്നു. ഒരു 2024 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പൂർണ്ണബോധ്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പിറ്റേന്ന് മുതൽ തന്നെ എല്ലാവിധ തടസ്സങ്ങളും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ഉറക്കത്തിൽ നിന്നുള്ളൊരു ഉറക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി വിടും. അപ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാതാവ് ഉടമ്പടി എടുത്ത് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലേ തന്നെ സ്വിച്ച് ഇട്ട പോലെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായനയിലേക്ക് കടന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വരാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈഫിന് ഒരു 22 വർഷമായിട്ട് അവൾക്കുണ്ടായിരുന്നിരുന്ന ഒരു അലർജി. അത് അലർജി എന്ന് പറയുമ്പോൾ എത്രയാണ് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ആ അലർജി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡസ്റ്റോ അല്ലെങ്കിൽ കോൾഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അലർജിയിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ശക്തമായിട്ടുള്ള ചുമയാണ്. അങ്ങനെ ചുമച്ച് കഴിയുമ്പോഴേക്കും നെഞ്ചിൽ നീർക്കെട്ടുണ്ടാവും. അതിനെ തുടർന്ന് ചുമച്ച് ബ്ലഡ് വരെ തുപ്പുന്നൊരവസ്ഥയിലേക്ക് വരാൻ ഇടയാകും. അപ്പോൾ ഈ ചുമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള അസ്കോറിൽ എന്ന് പറഞ്ഞൊരു സിറപ്പാണ് ആൾ കഴിക്കുന്നത്. അത് കഴിച്ചു തുടങ്ങിയാലും ഒരു 2 ബോട്ടിലെങ്കിലും കഴിച്ചാൽ മാത്രമാണ് ഒരു ചെറിയൊരു ശമനമെങ്കിലും അതിൽ നിന്ന് കിട്ടുള്ളൂ. എങ്കിലും പിന്നീട് ഒരു 2 ആഴ്ച എടുത്തു കഴിഞ്ഞാലാണ് അത് മാറാറുള്ളൂ. അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള തൈലവും ഉപ്പും ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല വിശ്വാസത്തോടു കൂടെ അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പോലും അറിയാതെ അത് പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴും ചുമയോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാലും ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യമാണ് ഈശോയിൽ നിന്ന് മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നത്. രണ്ടാമതായിട്ട് ആളുടെ ചുണ്ടത്തൊരു ഹാർഡായിട്ടുള്ളൊരു ലംബ് വരികയും അതിങ്ങനെ ലംബ് വന്നപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അത് മാറിപ്പോയില്ല. അങ്ങനെ മാറിപ്പോകാതിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞു ആ ലംബ് അത് ഇത്തിരി ഹാർഡാണ്, അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് വായിൽ മുഴുവൻ പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, അതിന് സർജറി വേണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറി എന്ന് കേട്ടപ്പോൾ വൈഫിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വസ്തുക്കളിൽ വിശ്വസിച്ച് അത് പുരട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അവൾ വീണ്ടും അതിൽ വിശ്വസിച്ച് അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അത് പിന്നീടാണ് ഞങ്ങളത് കാണുന്നത്. അത്ര പെട്ടെന്ന് അത് മാറിപ്പോയി. അതുപോലെ തന്നെ ഇങ്ങനെ രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവർ ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് വലിയ സൗഖ്യങ്ങളൊക്കെ തന്നെയാണ്. 2023 ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2025 ഓഗസ്റ്റ് വരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് അങ്ങനെ അധികം നിന്നിട്ടില്ല. കുറച്ച് നാൾ ഇവരെൻ്റെ ഒപ്പം അവിടെ ഖത്തറിലുണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഉടമ്പടിയിലുമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളറിയുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു ജോലി വേണമെന്നായിരിക്കണം മറ്റുള്ളവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്കൊരു ജോലി തരുന്നില്ല എന്ന് ഞങ്ങളറിയാവുന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവണം. പലപ്പോഴും പലരും അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെയോ ഈശോയുടെയോ ഒരു സംരക്ഷണമില്ലായ്മ കൊണ്ടല്ല, അത് ഞങ്ങൾ നോക്കാതിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് കാര്യമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തരാതെ ഞങ്ങളെ ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ തന്നെ ഞങ്ങളെ കൈപിടിച്ച് കൂടെ നടത്തുകയാണ് ദൈവം. മാതാവ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സുഗന്ധ അഭിഷേകങ്ങളും അങ്ങനെ പല സയൻസൊക്കെ മാതാവ് ഇങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2025 ഒക്ടോബർ തുടങ്ങിയാണ് ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങുന്നത്, ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പോയത്. വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. കാരണം ഞാൻ വന്നിട്ടൊരു 2.5 വർഷത്തോളം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ തന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം എന്നേക്കാളും അപ്ഡേഷൻസ് ഉള്ളവരും ജോലിയിലിരിക്കുന്നവരും അതുപോലെ തന്നെ എന്നേലും ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പോരായ്മ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് ഞാൻ എൻ്റെ കഴുത്തിലാണ് ധരിക്കുന്നത്. അപ്പം അത് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് കയറുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചെറിയൊരു കുപ്പിയിൽ ഉപ്പ് ആ ചെറിയ കുപ്പിയിൽ ഇട്ടിട്ട് അതെൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത്. തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് അങ്ങനെ തന്നെ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ്. ഞാൻ വേറെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വേറെ നോട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും റെഫർ ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. അവിടെ ചെന്ന് അതിൽ കഴിയുന്നതും ഇങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അന്ന് എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറുന്ന ആദ്യ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു സൗദിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് ഞാൻ ഒരിക്കലും പോയില്ല എന്നാണ് എന്നെ ഒരിക്കലും വിടല്ലേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രത്യേകിച്ച് അത് എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് പോകണ്ട ആ ഒരു കൺട്രിയിലേക്ക്. അത് കാര്യം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുർബാനയ്ക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അവിടെ നടക്കില്ല. അതൊരു കാര്യമാണ്. പിന്നെ കൂടുതലും നമ്മൾ നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെ പോയപ്പം ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഒരു മിക്കവാറും ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന കോർപ്പറേറ്റ് ലെവൽ മാനേജർമാരും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിൽ കൂടെ ഞാനീ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കയറിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ വളരെയധികം കംഫർട്ടാക്കിയിട്ട് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു 90% നമ്മളുടെ ടെൻഷൻസ് എല്ലാം മാറും. അങ്ങനെ നമ്മളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ്, അവിടെ എങ്ങനെയായിരുന്നു വർക്കുകളും കാര്യങ്ങളൊക്കെ പോയിരുന്നത്, എങ്ങനെയായിരുന്നു വർക്കിൻ്റെ സിനാരിയോ എങ്ങനെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ കിടക്കുന്നത് എത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിൽ നിന്നൊന്ന്, സൗദി ആയതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ കിട്ടിയ ആ ഒരു ജോബിൽ നിന്ന് ഞാൻ ഊരിപ്പോരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് പല ഇൻ്റർവ്യൂകളും വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആദ്യം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിതുപോലെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു കഴിവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോയി ഇതുപോലെ തന്നെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട മുമ്പേ തന്നെ ഞാൻ വളരെ ഡെസ്പായിരുന്നു, ഒട്ടും കംഫർട്ടല്ലായിരുന്നു ആ ഇൻ്റർവ്യൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് എനിക്കിത് ഒട്ടും എന്നെ ഒന്ന് സെലക്ട് ചെയ്തെന്നൊന്നും പോലും പറഞ്ഞില്ല. ഇൻ്റർവ്യൂ ചോദിച്ച് ഓക്കെ അറിയിക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം എനിക്കറിയാം. പിന്നീടുള്ള ഇൻ്റർവ്യൂകൾ എല്ലാത്തിലും ഞാൻ പോകുമ്പോൾ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങി തന്നെയാണ് പോകുന്നത്. ബാക്കിയുള്ള എത്ര ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഏകദേശം ഒരു 6ഓളം ഇൻ്റർവ്യൂ ഞാൻ ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ 6 ഇൻ്റർവ്യൂവിലും ഒന്നിൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല. വരുന്നവരൊക്കെ
ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടും എന്നെ ഏതോ പരിചയമുള്ളത് പോലെയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എനിക്കിത് തോന്നുന്നതാണോ അല്ലെങ്കിൽ എന്താണിത്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ പലരോടും പറയുന്നു ഇൻ്റർവ്യൂ നല്ലതായിരുന്നു, വളരെ ഫ്രണ്ട്ലിയാണ് ആളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ നിൽക്കും അവരുടെയും കൂടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട്. അതുപോലെ കയറിയ പലരും എന്നോട് പറഞ്ഞത് ഭയങ്കര ടഫായിരുന്നു ഇൻ്റർവ്യൂ, ഇതുവരെ ഞങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അത്രയും ടഫാക്കിയാണ് ആൾ ചോദിച്ചത്. കാരണം അങ്ങനെ ഒരാൾ ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ ഒരു അനുഗ്രഹം, മാതാവിൻ്റെ ഒരു കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു. കിട്ടണ ജോലികളെല്ലാം ഇങ്ങനെ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെ ഇപ്പോൾ ഈ 2026 ഫെബ്രുവരി മുതൽ ഞങ്ങൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരിയിൽ, അതായത് നീലത്തിരിയിലാണ് ഞങ്ങൾക്ക് കൂടുതലും അടയാളങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. ആ നീലത്തിരിയിൽ ഒരു തിരിയുടെ അറ്റം ഇങ്ങനെ 7 പോലെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത്. ആ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. പിന്നീട് ഒരു ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ 7 ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അത് ദിവസമാണോ മാസമാണോ എന്താണെന്നൊന്നും അറിയില്ല, ഒരു ഗോൾഡൻ 7 കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം മാതാവ് കാണിക്കുന്നതായിരിക്കും, ഞങ്ങളുടെ ഉള്ള അനുഗ്രഹത്തിനൊരു ഹിൻ്റായിരിക്കും അതെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നായിരുന്നു. അതിനുശേഷവും പലപ്പോഴായിട്ടും തിരിയിൽ ഇങ്ങനെ 7 എന്നുള്ള ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നീട് ഒരു ഇൻ്റർവ്യൂ വരാനിരുന്നത് 6-ാം മാസത്തിൽ ഒരു അവസാനത്തെ ഒരു ഡേറ്റിലേക്കായിരുന്നു ആ ഇൻ്റർവ്യൂ വരാനുള്ളത്. ആ ഇൻ്റർവ്യൂ പെട്ടെന്ന് ഒരു ദിവസം പറയുന്നു 7-ാം മാസം, അതായത് ജൂലൈ 1-ാം തീയതിയാണ് ആ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതായത് 7-ാം മാസത്തിലേക്ക് കടന്ന ആദ്യത്തെ ദിവസം തന്നെ. അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതും സൗദി തന്നെയാണ്. അപ്പം ഇങ്ങനെ 7 എന്നുള്ളൊരു നമ്പർ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് എന്തായാലും പോയി. ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോയത്. മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂവറാണ് എനിക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് ഇതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പലപ്പോഴും ഞാൻ സ്റ്റക്കാവുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് ആ സമയത്ത്. എങ്കിലും അദ്ദേഹം തന്നെ അതിനുള്ള സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. ഇതിന് ശേഷം പഴയ ഇൻ്റർവ്യൂ പോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി അങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മളോട്. അപ്പം ഇത് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന HSC അഡ്വൈസർ എന്നുള്ള പൊസിഷനിലും ഒരു സീനിയോറിറ്റി ഉള്ള ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയുണ്ടായി. അതും മാതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥം മൂലം ഈശോയുടെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ആ 7-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഓഫർ ലെറ്റർ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരും. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഉടമ്പടി പുതുക്കും. അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നാണ്, പ്രാർത്ഥിച്ച് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. തിരിച്ചു പോകുന്ന വഴി, അത് 7-ാം തീയതി തന്നെയാണ്, തിരിച്ചു പോകുന്ന ആ വഴിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും എനിക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ 2/7 എന്നുള്ള 7-ാം മാസത്തിൽ 7-ാം തീയതിയാണ് എനിക്ക് ആ ഓഫർ ലെറ്റർ, എനിക്ക് ജോലി ശരിയാവുന്നതും ആ ഓഫർ ലെറ്റർ ലഭിക്കുന്നതും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടുകൂടെയാണോ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദി എന്നൊരു സ്ഥലം എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. പലരും പറഞ്ഞത് അവിടെ വളരെ ഡെവലപ്ഡായി, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കുറേ പ്രൊജക്റ്റുകളും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പലരും പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പല ശ്രമങ്ങളും നടത്തി വയ്ക്കുകയായിരുന്നു. പക്ഷേ ആരോട് ചോദിച്ചാലും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശങ്ങളാണ് അത് പറയുന്നത്. കൂടാതെ ബൈബിളിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള വചനങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഞാനത് തീർച്ചയായിട്ടും മാതാവിൻ്റെയും ഈശോയുടെയും എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരി മാതാവിനും ഈശോയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനത് ആ ജോലി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ വിസ വന്നിട്ടുണ്ട്. ടിക്കറ്റോ കാര്യങ്ങളൊന്നും എന്നത്തേക്കാണെന്ന് അറിയില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അത് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും വരും. അപ്പം ഓരോ മാസങ്ങൾ വരുമ്പോൾ ചിലപ്പം നേർച്ച വസ്തുക്കൾ, പത്രങ്ങൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് പോകും. അപ്പം അന്നാണ് ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത്. മാതാവിൻ്റെ രൂപം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പത്രം, കാശ് രൂപം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് പോകുന്നതിന് നേരത്ത് കാറിൽ വെക്കുന്ന നേരത്ത് പാർസൽ ട്രേഡ് അവിടെ വെക്കാനായിട്ടാണ് ഞാൻ പോയത്. അപ്പം വെയിലടിച്ചത് കൊണ്ട് മാതാവിനൊരു വെയിലത്തിരിക്കണമല്ലോ എന്ന് കരുതി ഇപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ലിറ്ററലി ഞാൻ പറയുക തന്നെ ഉണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കണ്ട, ഒരു കാര്യം ചെയ്തോ, നീ സേഫായിട്ട് ഇവിടെ ഡിക്കിയിലിരുന്നോ. ഡിക്കിയിലാണ് വെക്കുന്നത് ഞാൻ.
അപ്പോൾ അവിടെ സേഫായിട്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടർക്കിയൊക്കെ വിരിച്ച് അവിടെ പത്രങ്ങളും അതുപോലെ ഈ മേടിച്ച ഈ നേർച്ച വസ്തുക്കളും രൂപവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയി ഞങ്ങൾ കുത്തിയതോട് ഭാഗം ആയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ റോഡ് പണി അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കുത്തിയതോട് ഭാഗമായിട്ടുണ്ടാകും. ആ ഭാഗത്ത് ഒരു വണ്ടി നിർത്തി ഒരു ചെറുതായിട്ട് സ്ലോ ചെയ്തപ്പോൾ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ബാരിയർ ഇരിക്കുന്നു റോഡിൽ. അങ്ങനെ ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിയ ഉടനെ തന്നെ വലിയൊരു ശബ്ദമാണ് കേട്ടത്. ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. ആ ഇടിച്ച സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയാണെങ്കിൽ കൂടെ അത് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പിള്ളേരും ഞാനും ഡാഡിയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ആ സമയത്ത് വണ്ടി പെട്ടെന്ന് മൂവായി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവമേ എൻ്റെ ഒരു 10,000-20,000 രൂപ പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പോൾ ഞാൻ വന്ന് ശരിക്കും വണ്ടിയുടെ ബാക്കിൽ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ഒരു അത്ഭുതമാണ് അത്. കാരണം ഒരു പോറൽ പോലും ഞങ്ങളുടെ വണ്ടിക്ക് ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, വന്ന് ഇടിച്ച വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ബോണറ്റിൻ്റെ ക്ലിപ്പൊക്കെ ഇളകി അത് വിട്ടിട്ടുണ്ടായിരുന്നു, നമ്പർ പ്ലേറ്റൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ്. മാതാവ് ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ, ഞങ്ങളുടെ വണ്ടിക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് അതിനെ തടഞ്ഞു നിർത്തി എന്ന് തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. എനിക്ക് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ആദ്യം ഉടമ്പടിയോടെ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 6 കാര്യങ്ങൾ എഴുതുന്നോടത്ത് നമുക്കൊരു 600 കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എഴുതിയിരുന്നത്. പിന്നീടുള്ള രണ്ടാമത്തെ ഉടമ്പടി തുടങ്ങിയൊക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടിയൊക്കെ തുടങ്ങി ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദൈവികമായ കാര്യങ്ങളാണ് ആദ്യം കൂടുതലും എഴുതിയിരുന്നത്. അതായത് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കാനും നിത്യത വരെ ഞങ്ങൾക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാനും വേണ്ട ഒരു കൃപ തരണം, മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവണം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതുന്നത്. പിന്നീടാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ ഒരു വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലും ദൈവം അതൊരിക്കലും മറക്കില്ല. മാതാവ് അത് ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ദൈവം മറക്കില്ല. നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അത് ദൈവം തരും. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ വൈകുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഭയങ്കര ഡിലേ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഡിലേ വരുന്നത് ചിലപ്പോൾ ദൈവം എന്താണ് നമുക്ക് തരുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം തരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അത്രയും ഒരു ഡിലേ എടുക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം തരുന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ശരിക്കും നമ്മൾ വിശ്വസ്തരായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം. ഏറ്റവും ഉപരി എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവിക കാര്യങ്ങളിലൊക്കെ പിന്നോട്ടായിരുന്ന ഒരാളാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോവും. അത് ഇതുപോലെ തന്നെ പള്ളിയിൽ കുർബാനയൊക്കെ തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും പള്ളിയിലെത്തുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ദൈവിക കാര്യങ്ങൾക്കൊരു അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെങ്കിലും അതും ഇങ്ങനെ ഒരു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു കൂടുതലും. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. വലിയ ശ്രദ്ധയൊന്നും ഇല്ലാണ്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. കുർബാനയും അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരവും അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ വെറുതെ വേസ്റ്റായി പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക്, നല്ല ദൈവം കേൾക്കുന്ന രീതിയിൽ, നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു ചിന്ത അങ്ങനെയാണ് ഉണ്ടായത്. അതേ തുടർന്ന് പള്ളിയിൽ പോകുമ്പോഴും നമ്മൾ കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുർബാന എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും, പല അച്ഛന്മാരുടെ നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടത്, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ. പിന്നീട് അങ്ങനെയുള്ള വീഡിയോകളും ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ബാക്കിയുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള മറ്റുള്ള വീഡിയോകൾ അതൊന്നും കാണാനായിട്ടുള്ളൊരു എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് കണ്ടുപോരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെ ഉൾക്കൊള്ളണം, അത് കുമ്പസാരം എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും കുമ്പസാരങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രങ്ങളും കാശ് രൂപമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ആ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ആ പത്രം ഞങ്ങളുടെ നടയിൽ വെച്ച് അത് പ്രാർത്ഥിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തൈലം തേച്ചിട്ടാണ് ഞങ്ങളത് മടക്കുന്നത്. അത് മടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ആ പത്രങ്ങളൊക്കെ മടക്കുന്നത്. അങ്ങനെ മടക്കിയതിന് ശേഷം ഞങ്ങൾ
ദൈവവചനം അതിനകത്ത് എഴുതും. ചിലപ്പോൾ 2-3 ദൈവവചനങ്ങൾ ആ പത്രത്തിൽ, ചിലപ്പോൾ 3-4 കെട്ടോ അല്ലെങ്കിൽ 3 കെട്ടൊക്കെ ഉണ്ടാവുള്ളൂ പത്രം. ഒരുപാട് പത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. എങ്കിലും ആ പത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ദൈവവചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച് അത് കിട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ആ പത്രങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത്. വിതരണം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഒക്കെ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവിടെ ആരും അറിയിക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ വരുന്നവർക്കൊക്കെ മിക്കവരും ഉടമ്പടിയെ പറ്റി അറിയുന്നവരൊക്കെയാണ്. അപ്പം കൂടുതൽ പേരെ എങ്ങനെ അറിയിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളും ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തണമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ നേരിട്ട് ഇറങ്ങി തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും അതുപോലെ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പോവുകയും അവിടെ ഞങ്ങൾ നടന്ന് പത്രങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെ ഉടമ്പടി എടുക്കണം, എന്താണ് ഉടമ്പടി എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ദുരനുഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഒക്കെ അവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ എഴുതിയിരിക്കും, ചിലപ്പം അവരുടെ ജാതിയുടെ പേര് നായർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ചിലപ്പം. അപ്പോൾ ഞങ്ങളപ്പോൾ അത് കയറി നമ്മൾ ഈ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചമ്മലോടുകൂടിയാണ് ചേരുന്നത്. പക്ഷേ അങ്ങനെ കയറുമ്പോൾ പോലും അവർ നമ്മളെക്കാൾ ഭക്തിയിലാണ് ആ പത്രം വന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പോകാറുള്ള ആളാണ്, അങ്ങനെ എനിക്കിവിടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഒരു മടിയും വേണ്ട, എനിക്കത് തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെയാണ് പത്രങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഈ പത്രങ്ങൾ കൊടുത്തവർക്ക് വേണ്ടിയിട്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് കൊന്തയെല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള പ്രയറുകളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ കുടുംബ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ മുട്ടയിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥന എത്തിക്കുന്നത്. അപ്പോൾ ഈ സമ്പൂർണ്ണ ജപമാല ഞങ്ങൾക്ക് അങ്ങനെ ചെല്ലിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഞങ്ങളങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്കത് ഇപ്പോൾ ഞാൻ ഈ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ നമുക്കത് പല രീതിയിൽ നമുക്കിപ്പോൾ ഒരു സുഗന്ധാഭിഷേകമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് വളരെയധികം നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തിരിയിലും ഇതുപോലെ തന്നെ തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരി ഇങ്ങനെ ആളുകയും അതിനകത്ത് ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് അതിൽ തെളിഞ്ഞു കാണാനായിട്ട് ഇടയായി. അങ്ങനെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. നീലത്തിരിയിൽ ഒരു തവണ വന്നിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ തിരിയിലാണ് അങ്ങനെ വന്നത്. അങ്ങനെ 2 തവണ ഞങ്ങൾക്ക് അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് തിരിയിൽ മാത്രമല്ല, ഒരിക്കലും ഇങ്ങനെ ക്ലൗഡിലും അത് കാണുകയുണ്ടായിരുന്നു. 7 എന്ന് പറഞ്ഞ നമ്പർ ആകാശത്ത് ഇങ്ങനെ കണ്ടായിരുന്നു. അത് വൈഫാണ് ആദ്യം കണ്ടത്, അവൾ പുറത്തു പോകുന്ന സമയത്താണ് കണ്ടത്. അപ്പം അതിനുശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതാരും വിശ്വസിച്ചില്ല. പ്രത്യേകിച്ച് ഞാനും അത്ര വലിയത് കാര്യമൊന്നും ആക്കിയില്ല. പിന്നീട് ഒരിക്കലും അവൾ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ആളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും കൂടെ കാണാവുന്ന രീതിയിൽ എനിക്കത് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ക്ലൗഡിലൊരു 7 തെളിഞ്ഞു വരികയും അതിനെ തുടർന്ന് അവളത് ഫോട്ടോ എടുക്കുകയും ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയും ചെയ്തു. അപ്പം അങ്ങനെ അടയാളങ്ങൾ, പല വിധത്തിലുള്ള അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാതാവ് ശരിക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി, എൻ്റെ വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നതെന്നുള്ളതിനുള്ളൊരു തെളിവുകൾ തന്നിട്ടാണ് മാതാവ് നമ്മളെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മാതാവ് വഴി ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. ടിനോയ് തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് അവരുടെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടതിൻ്റെയും ഈശോ അവരെ കൈതൊട്ട് സൗഖ്യപ്പെടുത്തിയതിൻ്റെയും ഈശോ അവരെ തന്നെ കൂടെ കൊണ്ടു നടക്കുന്നതിൻ്റെയും വലിയ അത്ഭുതമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. ഖത്തറിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ ഉടമ്പടി ജീവിതത്തിലുടനീളം അവർക്ക് അനുഭവവേദ്യമായി എന്നാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറയുന്നത്. ഉടമ്പടി ഉടൻ പരിഹാരമാണ് എന്ന് നമുക്കറിയാം. ഇതൊരു സയൻറ്റിഫിക്കായി ക്രമീകരിച്ചിരിക്കുന്ന ജീവിത രീതി കൂടിയാണ്. അതാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഞങ്ങൾ ഇപ്പോൾ ഉരിഞ്ഞു കളഞ്ഞു,
ഞങ്ങളുടെ എല്ലാ ആത്മീയ ജീവിതത്തിന് വളരെയധികം ക്രമവും ചിട്ടയും ഒരു ഡിസിപ്ലിനും വന്നുവെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഉടമ്പടി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്. എന്നെങ്കിലും എന്നെ സ്നേഹിക്കും, ഒരു ജനത എന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ദൈവപിതാവിൻ്റെ ഒരു വലിയ സ്വപ്നം. അങ്ങനെ ദൈവം സ്വപ്നം കണ്ട് ധൂർത്തുപുത്രനെ പോലും തിരിച്ചു വിളിക്കുന്ന അനുഭവങ്ങളാണ് എല്ലാ ദിവസവും നാം സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടിനോയ്ക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ പെൻഡിങ് സാലറി ഉടമ്പടിയിൽ എടുത്ത ഉടനെ തന്നെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നെറ്റിലേക്ക് ആ സാലറി കയറി വന്നതും, സൗദി വിസ നാളെ അദ്ദേഹം പോവുകയാണ്. സൗദി വിസ അദ്ദേഹത്തിന് എത്ര പെട്ടെന്നാണ് സാധ്യമായത്. അതിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കൂടെ നിന്നത്. അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, വളരെ ശക്തമായ സൗഖ്യം അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് നൽകിയത്, 22 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി ചുമ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ വളരെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ഗോൾഡൻ 7 ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഇവിടെ പലരും ഏറ്റുപറഞ്ഞിരിക്കുന്നത്. അത് ആകാശത്തിലും മേഘങ്ങളുടെ ഇടയിലും ആ നമ്പർ 2 പ്രാവശ്യം അവർക്ക് കാണപ്പെടുവാനായിട്ട് സാധ്യതയുണ്ടായി. അവർ യാത്ര ചെയ്യുമ്പോഴും കാർ ആക്സിഡൻറ്റ് ഇവരുടെ വാഹനം വന്നിടിച്ചിട്ടും ഇവർക്കൊരു പുറലുപോലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൽ, അവരുടെ വാഹനത്തിൽ തന്നെ അമ്മയുടെ സാമീപ്യം ഇവിടെ നിന്ന് പോകുമ്പോഴുണ്ടായിരുന്നു. ആ ഇടിച്ച വണ്ടിയാണ് വളരെയധികം ഡാമേജ്ഡായി എന്ന് പോലും അവർക്ക് വളരെ വ്യക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഈശോയെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഓരോ സമയവും നാം ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് ഈശോയെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ മാത്രം വളരെ സ്നേഹത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ ഒരിക്കലും വീണുപോയാൽ അവരുടെ സ്ഥിതി മുൻപത്തേതിനേക്കാൾ മോശമായിരിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്താണെങ്കിൽ നമുക്ക് ആരും എതിര് നിൽക്കുകയില്ല എന്ന് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 31-ാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ടിനോയ് ഇവിടെ വളരെ ശക്തമായി ഏറ്റുപറയുകയാണ്. അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി ഈശോയിലേക്ക് വീണ്ടും അടുപ്പിക്കട്ടെ എന്ന്